ഹലോ ഗൈസ്, അപ്പോൾ ഇറ്റ്സ് മീ ഒക്കെ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് അപ്പോൾ നമ്മളിന്ന് പറയുന്ന ARM എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ ആണ്. അജയൻ്റെ രണ്ടാം മോഷണം എന്നാണ് നമ്മുടെ മൂവിയുടെ നെയിം. അജയൻ്റെ രണ്ടാം മോഷണം എന്തായാലും എൻ്റെ ഒരു ഫസ്റ്റ് 3D എക്സ്പീരിയൻസ് ആയിരുന്നു. കുഴപ്പമില്ല, 3D നല്ല ഇതാണ് നമുക്ക് തരുന്നത്. 1 മിനിറ്റ് ഗൈസ്, എൻ്റെ ക്യാമറ ചെറുതായിട്ട് ഷേക്കാണ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വെട്ടം അണ്ണാക്കിലടിക്കുന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോയിൽ കിടക്കാം. മൈ ഫസ്റ്റ് 3D എക്സ്പീരിയൻസ് മാൻ. കൊള്ളായിരുന്നുടാ, നല്ല ഇതായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരണ്ടേ. ആ മണിയെ എൻ്റെ പൊന്നു, ആ മണിയൻ്റെ ക്യാരക്ടറല്ല രോമാഞ്ചം വന്നു. എങ്ങനെയാടാ പറഞ്ഞു തരിക. ആ ഇന്റർമിഷനെ ആ കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ വെടിവെക്കുന്നത് പോലെ തോന്നുന്നു. ആ ഇന്റർമിഷൻ ചെയ്ത് കാണിച്ചിട്ട് അതിൽ കൂടെ വെടിയുണ്ട തുളച്ചു പോകുമ്പോഴത്തേക്കും അങ്ങനെ ചിന്നി ചിതറിങ്ങി വരും. അപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ കണ്ണിൻ്റെ അടുത്തൊക്കെ വരും. ക്യാമറ ഷേക്കായി. അപ്പൊ കൊള്ളാം, എന്തായാലും ഉള്ളിപ്പടവ ഒന്നും പറയാനില്ല മോനെ. എന്തൊരു പടോടെ അത്. അല്ല, അതേ മണിയൻ കുഞ്ഞിക്കേളു പൊളി. എനിക്ക് അവസാനം തോന്നി ആ മണിയനും ജഗദീഷും. അതിലെ ജഗദീഷ് പറയുന്നത് നമുക്ക് മരണമില്ലടാ എന്ന്. അപ്പോൾ അവസാനം ഈ മണിയനെ കാണിക്കുന്ന സമയത്ത് ഈ സിനിമയുടെ എൻഡിൽ മണിയനെ കാണിക്കുമ്പോൾ എന്താ പറയാ, ഒരു ദൈവത്തെ പോലെയാണ് കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. ഒരു ദൈവത്തെ പോലെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു അടിപൊളി മൂവിയാണ്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ പ്രത്യേകിച്ചൊന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിലിപ്പോൾ ഒരു നല്ലൊരു ഇത് ആ മൂവിയിൽ ഇതൊരു മൈക്കാണേ, സൂപ്പർ മൈക്കാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല ഈ മൈക്കിനെ പറ്റി. ഓക്കെ, അപ്പം എന്തായാലും ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ വെച്ചിരിക്കുക. ഇത് ഈ റൂമിലുള്ള എല്ലാ ശബ്ദവും ഇത് കവർ ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇത് ഏത് മൂട്ടിൽ കൊണ്ട് വെച്ചാലും ഇത് കേട്ടു. ഞാൻ എടുത്ത് ഇവിടെ ആക്കില്ല. ഈ മൂവി അടിപൊളിയായിരുന്നു. എന്താ പറയാ, നമ്മൾ എല്ലാ കണ്ണിൻ്റെ അടുത്തൊക്കെ വന്നിരിക്കും. ഇങ്ങനെ നിൽക്കൂടാ. ആ വെള്ളമൊക്കെ തെറിച്ചു വരുന്ന സീനുണ്ട്. അതൊക്കെ അപ്പുറത്തിരുന്ന തലയെ വീഴുന്ന പോലെയും എൻ്റെ ദേഹത്ത് വന്ന് വീഴുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. ഓ എൻ്റെ അമ്മച്ചി, അച്ഛൻ പറയുന്നത് ഇതൊന്നും അല്ല 3D, പണ്ടത്തെ ആ ഒരു 3D ആയിരുന്നു, നല്ല രസമായിരുന്നു, അതൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. എന്തായാലും എനിക്ക് അതിനെപ്പറ്റി മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് അച്ഛൻ പറഞ്ഞത്. ഐ ഡോണ്ട് നോ, എനിക്ക് ആ മൂവിയെ പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ അത് TV വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അത് ഞാൻ 3D കണ്ടിട്ടില്ല. പിന്നെന്താ പറയാ, ഇതൊരു ഫസ്റ്റ് 3D ആയിരുന്നു. 3D ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ എന്നെ കൊണ്ടുപോയത്. ഇനി അതേപോലെ മൂവി റിവ്യൂസ് ആയിട്ടൊക്കെ വരും നമ്മൾ. എടാ മൊത്തത്തിൽ പടം എനിക്ക് ഒന്നും പറയാനില്ല മോനെ. ടോവിനോ 3 വേഷങ്ങളാണ് അത് യഥാർത്ഥമായിട്ട് വരുന്നത്. അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു
കുഞ്ഞിക്കോളി ചിയോതി ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആണ് ചിലപ്പോൾ. ഞാൻ പറഞ്ഞു തുടങ്ങിയ പിന്നെ ഈ കഥ മൊത്തം പറയും. 3D പറ്റി പറയണമെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷേ എന്തരി അടിപൊളി 3D ആയിരുന്നു. അത് നമ്മളെല്ലാം അടുത്ത് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടോ, അടിപൊളി പടമാണ്. അപ്പോൾ പിന്നെ എന്താ പറയാ, 3Dയിൽ ഇങ്ങനൊരു 3D സിനിമ വന്നത് തന്നെ കുഴപ്പമില്ല. എന്തായാലും 2Dയിലായാലും കാണാം. എന്നാലും നിങ്ങൾ 3D കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്തു. അത്രയ്ക്ക് നല്ലൊരിതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയാൻ വരട്ടെ. ഈ വീഡിയോ ഇപ്പോൾ എത്ര മിനിറ്റ് ആയെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഇത് ബാക്ക് ക്യാമറ വെച്ചാണ് മോനെ ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. എന്തായാലും ഞാൻ പോയി ഒന്ന് എത്ര മിനിറ്റ് ആയി ഈ വീഡിയോ എന്നൊന്ന് നോക്കിയിട്ട് വരാം. കാരണം എനിക്ക് ഇപ്പോൾ അത്യാവശ്യമായിട്ടൊരു ചെറുത് അവരുടെ അടുത്ത് പോകേണ്ടതുണ്ട്. അതിനുമായിട്ടാണ് ഞാൻ പെട്ടെന്നാണ് ഇതെടുത്ത് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ടൈമൊന്നുമില്ല. ഞാൻ അച്ഛനോട് ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ 6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയേക്കാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ലവ് യു ആൻഡ് ബൈ.